2 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിൽ സൗദിയിലെ ജയിലിൽ നിന്ന് മോചിതനായ അബ്ദുൾ റഹീം അല്പസമയത്തിനകം ജന്മനാട്ടിൽ എത്തും. റിയാദിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിൽ 7:30 എത്തുന്ന റഹീം കോടാമ്പുഴയിലെ വീട്ടിലേക്ക് പോകും എന്നാണ് നമുക്ക് നേരത്തെ മനസ്സിലായത്. പക്ഷെ ഒരു 10 മിനിറ്റിന്റെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ വിമാനത്താവളത്തിൽ സംസാരിക്കും. ഇന്ന് ലോകത്ത് കേരളം ഈ സ്റ്റേറ്റ് മാത്രമേ ഇങ്ങനെ ഉണ്ടായിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു അറിവ്. അതുകൊണ്ട് പ്രത്യേകം നന്ദി. അബ്ദുറഹീമിനെ തിരിച്ച് കേരള ജനത തിരിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ കാത്തിരിക്കുകയാണ്. ഈ മാനസികാവസ്ഥയിൽ ഇന്നലെ ഫ്ലൈറ്റിൽ കയറുന്നവരെങ്ങനെയായിരുന്നു അങ്ങയുടെ ഒരു കാരണം? ആശങ്കയുടെ നിമിഷമായിരുന്നല്ലോ തുടക്കം മുതൽ. ആശങ്കയില്ലായിരുന്നു, കാരണം വധശിക്ഷ നേരത്തെ ഒഴിവാക്കി പൈസ ഒഴിവാക്കി കിട്ടുക എന്നുള്ളത് ഒരു വലിയ കടമയായിരുന്നു. അതാണ്. പിന്നെ ബാക്കി ശിക്ഷ സമയം തികയ്ക്കണമല്ലോ. അപ്പൊ ആ ജനറൽ കേസ് ബാക്കി നിൽക്കുന്നുണ്ടായിരുന്നു. വധിക്കില്ല എന്നുള്ളത് വലിയ ആശ്വാസമാണ്. ഇടപെടല് പ്രത്യേകിച്ച് ഇത് ഞാനിങ്ങനെ പത്രം വായിക്കുമ്പോഴാണ് കക്കൂസയിലിരുന്ന് ഇങ്ങനെ ന്യൂസ് കാണുന്നത്. അപ്പോൾ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ജില്ലാ കോർഡിനേറ്റേഴ്സ് വഴി പ്ലാൻ ചെയ്തു. എല്ലാവരും ധൈര്യം നൽകി. നല്ലൊരു കാര്യത്തിനല്ലേ, മലയാളികൾ തരും ഒരു ജീവൻ രക്ഷിക്കാൻ. അപ്പോൾ ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് ഒരു ബോച്ചെ യാചകയാത്ര തുടങ്ങി. അങ്ങനെ ജനങ്ങൾ ഒരുപാട് സഹകരിച്ചു. പിന്നെ ഇവിടുത്തെ അബ്ദുറഹീം നിയമസഹായ കമ്മിറ്റി എല്ലാവരും വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചു. എല്ലാവരുടെയും പ്രവർത്തനം കൊണ്ട് ഇത് സാധ്യമായത്. നമ്മുടെ ജ്വല്ലറിയിൽ ഒരു ജോലി കൊടുക്കണമെന്നുണ്ട്. ആൾക്ക് താല്പര്യമാണെങ്കിൽ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ. പിന്നെ അബ്ദുറഹീം കല്യാണം കഴിച്ചിട്ടില്ല, ഒരു കല്യാണം കഴിപ്പിക്കണമെന്നുണ്ട്. 10-20 വർഷം അകത്ത് കിടന്നതല്ലേ, ഇനി പുറത്ത് കിടക്കട്ടെ.